ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ 38-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വളരെ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നോമ്പ് പൂർത്തിയാകാൻ. നമുക്ക് കൂടുതൽ ജാഗ്രതയോടെ, കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകാം. ഇന്നത്തെ തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. യേശു രൂപാന്തരപ്പെടുന്നു. അവനിത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഒരു ആന്തരിക വൃന്ദമാണ്. ഒന്നാമത്തെ ചിന്ത, എനിക്ക് നിങ്ങൾക്ക് ഒരു ആന്തരിക വൃന്ദമുണ്ടോ? ആന്തരിക വൃന്ദമുണ്ടോ? എൻ്റെ വേദനകൾ പറയാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? ഒരു വ്യക്തി ഉണ്ടോ? പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോദൻ്റെ അസ്വസ്ഥതകളെല്ലാം പറഞ്ഞു വെച്ച ഈ 3 പേരോടാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് യുവതികൾക്ക്, യുവാക്കൾക്ക് ഹൃദയം തുറന്ന് പറയാൻ ഒരാളില്ല. തീർച്ചയായിട്ടും അവർക്ക് മാതാപിതാക്കളുണ്ട്, ഗുരുബോധരുണ്ട്, ഒക്കെയുണ്ട്. എങ്കിലും ഹൃദയം തുറന്ന് പറയാൻ ഒരാളില്ല. ഹൃദയത്തിൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ ഒരാളില്ല. അവർ മലയിലേക്ക് പോയി. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, ഒരു ആന്തരിക വൃന്ദം രൂപപ്പെടുത്തണം. 2, പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. ഓരോ പ്രാർത്ഥനയും നിൻ്റെ മുഖഭാവം മാറ്റും. ഒരു ഗ്രേസ് കിട്ടും, ചൈതന്യം കിട്ടും. നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചു, ഇപ്പോഴും നമ്മുടെ മുഖത്ത് പരിഭവങ്ങൾ, അരിശം, ദേഷ്യം, വാശി, വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷമാണ് എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ശരിയായിട്ടില്ല എന്നുള്ളതാണ്. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. വസ്ത്രം വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. വസ്ത്രം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ വ്യക്തിത്വം മാറി എന്നുള്ളതാണ്. വ്യക്തിത്വം മാറുന്നു, മുഖഭാവം മാറുന്നു. അപ്പോൾ വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. അതിനാണ് പ്രിയപ്പെട്ടവരെ ഈ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിനാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിനാണ് ക്ഷമ പരിശീലിക്കേണ്ടത്. സൂത്രങ്ങളില്ലാത്തവൻ്റെ വികാരമാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്. നമ്മളിൽ ഈ ക്ഷമിക്കുമ്പോഴൊക്കെയാണ് ഗ്രേസ് കൂടുതൽ കിട്ടുന്നത്. പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അതിനുശേഷം എന്താ സംഭവിച്ചത്? അവൻ ജീവൻ വെടിഞ്ഞു. അങ്ങനെ കുരിശിൽ മരിച്ചു കിടക്കുന്ന ഈശോയെ നോക്കി ശതാധിപൻ പറയുകയാണ്, ഈ കിടക്കുന്നവൻ സത്യമായും ദൈവോത്തരം. ആ മുഖത്തെ ഗ്രേസിൻ്റെ പ്രത്യേകതയാണ്. ക്ഷമിക്കുമ്പോൾ കിട്ടുന്ന ഗ്രേസാണ്. എല്ലാവർക്കും ക്ഷമ കൊടുത്ത്, എല്ലാവരോടും ക്ഷമിച്ച്, വളരെ കൃത്യമായിട്ടുള്ള പ്രാർത്ഥന, മുഖഭാവം മാറേണ്ട പ്രാർത്ഥന, വ്യക്തിത്വം മാറേണ്ട പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. യോഗയുടെ പരിശീലനത്തിലൂടെ, മെഡിറ്റേഷനിലൂടെ, പ്രാണായാമത്തിലൂടെ, ധ്യാന സമാധിയിലൂടെ നമുക്ക് യഥാർത്ഥ വിശുദ്ധ കുർബാനയുടെ അനുഭവവും ആത്മീയ ജീവിതത്തിൻ്റെ ആഴപ്പെട്ട അനുഭവവും സ്വന്തമാക്കാം. വരും ദിവസങ്ങളിൽ കൂടുതൽ നല്ല അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 38-ാം ദിവസത്തിൻ്റെ പരിശീലനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വജ്രാസനത്തിലിരിക്കുക, കൈകൾ മടിയിൽ വിശ്രമിക്കട്ടെ, കണ്ണുകൾ അടയ്ക്കുക, ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. യുദ്ധത്തിൻ്റെയും മരണത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും വാർത്തകളാണ് ചുറ്റോട് ചുറ്റും. സത്യത്തിൻ്റെ വഴിയെ എന്നതിനേക്കാൾ അസത്യത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്ന ഒരുപാട് പേർ. നമുക്ക് വേണ്ടത് ക്രിസ്തുവിൻ്റെ ശാന്തിയും സമാധാനവുമാണ്. നിരന്തരമായ പരിശീലനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും മാത്രമേ അത് നേടിയെടുക്കാൻ പറ്റൂ. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് ഏകാഗ്രമാകണം. അതിന് നമുക്ക് ഈ പരിശീലനം കൂടിയേ തരൂ. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തയോടെ പ്രാർത്ഥനാ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ ആഴപ്പെടുത്താൻ ഇത് എന്നെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് പരിശീലനത്തിലേക്ക് പ്രവേശിക്കാം. ഈശോയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കൈകൾ റബ്ബ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശീലിക്കുന്ന ടൈഗർ ബ്രീത്തിങ് എന്ന് പറയുന്നൊരു പരിശീലനമാണ്. ചെയ്യേണ്ടത് എങ്ങനെയാണ്? നിങ്ങളിതുപോലെ വജ്രാസനത്തിലിരിക്കുന്നു. 2 കാലുകളും അല്പം അകത്തി, അതായത് ഒരു 4 ആം ഡിസ്റ്റൻസിൽ. ഇത് കണ്ടോ, കൈയുടെ മുട്ട് ഇതുപോലെ കൃത്യം അളവെടുക്കുക. അതിനുശേഷം 2 കൈയുടെ മുട്ടും ഇതുപോലെ ഫ്രണ്ടിലേക്ക്, മുട്ടിനോട് ചേർത്ത് വയ്ക്കുന്നു, ഫ്രണ്ടിലേക്ക്. ഒരു കൈപ്പത്തിയും കൂടി മുൻപോട്ട്. എന്നിട്ട് മുട്ട് കുത്തി നിൽക്കുക, കാലകത്തുക. ഞാൻ ചെരിഞ്ഞ് നിന്ന് കാണിച്ചു തരാം ഒന്നുകൂടെ. കാലകത്തുക, എന്നിട്ട് കൈപ്പത്തി, കാൽമുട്ട്, കാൽപാദം ഒരു നേർരേഖയിലായിരിക്കണം. ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്നുകൂടെ വജ്രാസനത്തിരിക്കുന്നു, കൈ കൊണ്ട് അളവെടുക്കുക, കൈമുട്ട് ഇതുപോലെ. എന്നിട്ട് 2 കൈമുട്ടും കാൽമുട്ടിനോട് ചേർത്ത് വയ്ക്കുന്നു, ഇതുപോലെ കമിഴ്ത്തി വയ്ക്കുക. ഒരു കൈപ്പത്തിയും കൂടെ അളവെടുക്കുക, മുട്ട് കുത്തി നിൽക്കുക, കാൽപാദം അകത്തുക. അപ്പോൾ കൈപ്പത്തി, കാൽമുട്ട്, കാൽപാദം ഒരു നേർരേഖയിലായിരിക്കണം. 2 കാലും നോക്കണം.
അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കുക, നടുവ് കുഴിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് താടി ചെസ്റ്റ് ഏരിയയിൽ മുട്ടിക്കുക, നടുവ് പൊന്തിക്കുക. ഇൻഹേൽ, ശ്വാസം എടുത്തുകൊണ്ട് നടുവ് കുഴിയണം. ഇതുകൊണ്ട് നടുവ് നന്നായിട്ട് കുഴിയണം, മുകളിലേക്ക് നോക്കണം. ശ്വാസം വിട്ടുകൊണ്ട് താടി ചെസ്റ്റ് ഏരിയയിൽ മുട്ടിക്കണം, നടുവ് അന്നേരം പൊന്തി വരണം. നിങ്ങളുടെ ബാക്ക് പെയിൻ മാറും, നടുവിൻ്റെ വേദന കംപ്ലീറ്റ് മാറിക്കോളും, പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ നട്ടലിനോട് ചേർന്നുള്ള മസിലുകൾ ശക്തിപ്പെടും. നിങ്ങളുടെ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലത്തിന് നല്ലതാണ്, വോക്കൽ കോഡിന് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാനിത് ഏറ്റവും അവസാനം ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളാം. ഇത് ഒന്ന് ശ്രദ്ധിക്കുക. ഇൻഹേൽ, ശ്വാസം എടുക്കുന്നു, നടുവ് കുഴിക്കുന്നു. എക്സേൽ, കണ്ടോ, നടുവ് പൊന്തി വരണം. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നടുവ് നന്നായിട്ട് കുഴിക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ഇനി രണ്ട് കാൽമുട്ടുകളും അടുപ്പിച്ച് വയ്ക്കുക. കൈകൾ ഒരല്പം ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം ഈ കാലുകൾ, നിങ്ങളുടെ ഇടത് കാല് പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ശരീരവും പുറകിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്യുക. തല 2 കൈകൾക്കിടയിലേക്ക് ഇതുപോലെ ഇറക്കി വയ്ക്കുക. ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. വീണ്ടും ഈ കാല് ചേർത്ത് വയ്ക്കുന്നു. അടുത്ത കാല് നമ്മുടെ ശരീരവും പുറകിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നു. തല 2 കൈകൾക്കിടയിലേക്ക് ഇറക്കി വയ്ക്കുക. കാലിൻ്റെ വിരലാണ് നിലത്ത് കുത്തേണ്ടത്. ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ്. സാവകാശം നേരെയാവുന്നു. 2 കാൽമുട്ടുകളും ചേർത്ത് വയ്ക്കുന്നു. വജ്രാസനത്തിലേക്ക് വരിക. ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ്. മനസ്സ് ശാന്തമാകണം. ഒരു ടെൻഷനുമില്ലാതെ ഇരിക്കണം. ദൈവത്തിന് നന്ദി പറയണം. ജീവിതം മാറി മറിയണം. ആഹ്ലാദത്തിൻ്റെ ആത്മീയത, ആനന്ദത്തിൻ്റെ ആത്മീയത നമുക്കുണ്ടാവണം. റബ്ബ് ചെയ്യുക, മുഖത്ത് ചൂട് കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.